കണ്ണൂർ കോർപ്പറേഷൻ അവതരിപ്പിച്ചിട്ടുള്ള വാർഷിക ബഡ്ജറ്റിൽ ആശാ വർക്കർമാർക്ക് 2000 രൂപ അധികമായി ഇൻസെന്റീവ് അനുവദിക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആശമാരുടെ സമരം ഏകദേശം 1.5 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര നമ്മളോടൊപ്പമുണ്ട്. ഇതിങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാനുണ്ടായിട്ടൊരു സാഹചര്യം ഏത് രീതിയിലാണ് ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്? നമുക്കറിയാം, കഴിഞ്ഞ 46 ദിവസമായി കേരളത്തിലെ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുകയാണ്. അവരുടെ കാര്യം കേൾക്കാനോ അവരാവശ്യപ്പെട്ട വേതനം വർദ്ധിപ്പിക്കാനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നുള്ളത്. അവരുടെ കോർപ്പറേഷന് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കേണ്ട, സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ആശാ വർക്കർമാർ. അവരുടെ വേതന കണ്ണൂർ കോർപ്പറേഷൻ കാണുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പദ്ധതിയിൽ തന്നെ 25-26 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാസം 2000 രൂപ വെച്ച് അവർക്ക് അധികമായി നൽകാൻ, പ്ലാൻ ഫണ്ട് തന്നില്ല എങ്കിൽ നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് തന്നെ നമ്മൾ ആ പദ്ധതി DPCക്ക് കൊടുക്കും. അത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. എന്തായാലും അവർ ചെയ്യുന്ന സേവനം നമുക്കറിയാലോ. ഈ കാലഘട്ടത്തിൽ സർക്കാർ PSC അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭീമമായ തുകയാണ് കൊടുക്കുന്നത്. ഈ ജോലി ചെയ്യുന്ന, രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന, അത് ഏത് സാഹചര്യത്തിലും, അത് കോവിഡ് ആയാലും പേമാരി ആയാലും എന്താവട്ടെ, ഏത് പ്രതികൂല കാലാവസ്ഥയിലും അവരുടെ ജോലി അവർ ഭംഗിയായി നിർവഹിക്കുകയാണ്. അവരെ കണ്ടില്ല, അവരുടെ കാര്യം നമുക്ക് വേദനയോടെ, ഒരു ഹൃദയമുള്ള ആളുകൾക്ക് അത് നോക്കി നിൽക്കാനാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവരെ സഹായിക്കണം. അവർക്ക് 2000 അധികമാക്കിയത് കൊണ്ട് അവർക്കൊരു ഗുണമുണ്ടാവുന്നല്ല, അവർക്കൊരു ആശ്വാസം. അതാണ് നമ്മളെ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങൾ പ്ലാൻ ഫണ്ട് തന്നില്ല എങ്കിൽ തനത് ഫണ്ട് ഉപയോഗിച്ചെങ്കിൽ ഞങ്ങൾ ഈ വർഷത്തെ പദ്ധതിയിൽ തന്നെ അത് ഉൾപ്പെടുത്തി കൊടുക്കും. ഇതിനകത്തെ 4 മാസത്തിൽ ഒരു തവണ അങ്ങനെയല്ല, അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ബജറ്റ് ആദ്യം ആ ഒരു മിസ്റ്റേക്കാണ്. മാസത്തിൽ 2000 രൂപ വെച്ച് തന്നെ എല്ലാ മാസവും 2000 രൂപ അധിക 2000 രൂപ കോർപ്പറേഷന്റെ വിഹിതമായി ഞങ്ങൾ അനുവദിക്കും. എന്തായാലും അവരുടെ ഈ ജോലിക്ക് വലിയ അത്യധ്വാനം ആവശ്യമുള്ള ഈ ജോലി, ആ ജോലിക്ക് ഒരു ചെറിയൊരു ആശ്വാസം എന്ന രീതിയിലാണ്. ഇത് പോരാന്ന് തന്നെയാണ് അഭിപ്രായം അല്ലേ? തീർച്ചയായും അത് പോരാ എന്നുള്ളത് തന്നെയാണ്. കാരണം അവരെ അധ്വാനിക്കുന്നതുണ്ടല്ലോ വളരെ വലുതാണ്, നമ്മൾ കാണുന്നതാണല്ലോ. ഏത് ഘട്ടത്തിലും അവരുടെ അധ്വാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് കണ്ടില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ അത്രമാത്രം വീട്ടിലുള്ള പ്രാരാബ്ദങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഏൽപ്പിച്ച ജോലി അവർ വളരെ മനോഹരമായി, വൃത്തിയായി, കൃത്യമായി അവർ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ കോർപ്പറേഷന്റെ ഒരു വിഹിതം ഞങ്ങൾ നൽകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നില്ല. അപ്പോൾ ആ ഒരു പൊതു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു തീരുമാനവും കണ്ണൂർ കോർപ്പറേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായും അതെ. കാരണം ആശാ വർക്കർമാർക്ക് അത് അവർ അർഹതപ്പെട്ടതാണ്, അവർക്ക് അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തായാലും ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരിനും അറിയാം, അതുകൊണ്ടാണല്ലോ അവർ പ്രകടന പത്രികയിൽ പോലും വെച്ചിരിക്കുന്നത്. ആ പ്രകടനം ഇനി ഒരു കൊല്ലം പോലും ഇല്ല. ആ സമയത്ത് അവർക്കത് അംഗീകരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷെ അവർ ആർക്ക് വേണ്ടിയാണ് കടുംപിടുത്തം പിടിക്കുന്നത് എന്നറിയില്ല. നമ്മൾ അവർക്ക് അവരുടെ സേവനത്തിന് അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം. സർക്കാർ അതിന് തയ്യാറാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ സർക്കാരിന് അനുമതി ആവശ്യം, തീർച്ചയായും സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇത് ചെയ്യാം. അതല്ല എങ്കിൽ നമ്മൾ തനത് ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കാം. അതിന് സർക്കാരിന്റെ അംഗീകാരം നൽകിയാൽ മതി. സർക്കാർ അംഗീകാരം നൽകും എന്നുള്ളത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുമോ? എന്തായാലും അംഗീകാരം നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. കോർപ്പറേഷന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒരു ലോക്കൽ ബോഡി എന്നുള്ള നിലയിൽ ആശാ വർക്കർമാരുടെ സേവനം ഒരു പരിധിവരെ കോർപ്പറേഷനാണ്. ഒരുപാട് സേവനങ്ങൾ കോർപ്പറേഷന് വേണ്ടി ചെയ്യുന്നു. അവർ നമ്മുടെ ആളുകളാണ്. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരെ കണ്ടില്ല എന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അനുമതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും സർക്കാർ എന്തായാലും അനുമതി തരേണ്ടതാണ്. അങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഒരു പ്രവൃത്തി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷയില്ല. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം വളരെ ന്യായമാണ്. വലിയ രീതിയിൽ രാഷ്ട്രീയ പിന്തുണ ഉൾപ്പെടെ ഈ സമരത്തിന് ലഭിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ 2000 രൂപ എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് പ്രതിമാസം ആശാ വർക്കർമാർക്ക് നൽകാൻ കണ്ണൂർ കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനമാണ്. ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.